Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. Okay, appa miss class il kore nerai kerite പക്ഷെ നമുക്ക് ടെക്നിക്കൽ ഇഷ്യൂ കാരണേ മിസ്സിന് ക്യാമറ വീഡിയോ ഒന്നും ഓൺ ആക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ മൈക്ക് ഒന്നും അതുകൊണ്ടാണ് ലേറ്റ് ആയത്. മഴയൊക്കെ പെയ്യണായിരുന്നേ, നമുക്ക് നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടല്ലോ, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടല്ലോ. Okay, ma'am. ഓക്കെ, കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ കോമൺ പിറ്റ് ഫോൾസ് വരെയാണ് അല്ലെ. കോമൺ പിറ്റ് ഫോൾസിൽ ഫസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ, കുറച്ചൊന്ന് തുടങ്ങി. സ്കോപ്പ് ക്രീപ്പ് വരെ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാല്? ആ ഒരു നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള അതിന്റെ ആ ഒരു എന്താണ് സാധ്യത അല്ലെ, അതിന്റെ ആ ഒരു സ്കോപ്പ് ഇടച്ചിൽ സംഭവിക്കുക. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ആണ് കേട്ടോ ഫർസാന. ഫസ്റ്റത്തെ ചാപ്റ്റർ 6th മൊഡ്യൂളിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെ, നമുക്ക് ഒരു കീ എന്ന് പറയുന്നത് നമ്മുടെ വിജയകരമായിട്ടുള്ള ഒരു ഇന്റേണൽ ഓഡിറ്റ്സിന്റെ കീ എന്ന് പറയുന്നത് അല്ലെ, താക്കോൽ എന്ന് പറയുന്നത് എന്താണ്? പ്രോപ്പർ പ്ലാനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് സ്കോപ്പ് ആണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? വിത്ത് കോംപ്ലക്സ് സിസ്റ്റം ആൻഡ് വർക്ക് ഫ്ലോസ് ഇറ്റ് ഈസ് ഈസി ഫോർ ദ പൊട്ടൻഷ്യൽ ഫോർ റാപ്പിഡ് ഗ്രോത്ത് അല്ലെ. എന്താണ്? സങ്കീർണമായിട്ടുള്ള സിസ്റ്റം വർക്കുകളും സിസ്റ്റമും പിന്നെ വർക്ക് ഫ്ലോകളും നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു ദ്രുതഗതിയിലുള്ള അല്ലെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്നു. നമ്മ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സിന് ഒരുപാട് സിസ്റ്റംസ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സോഫ്റ്റ്വെയർസ്, അതിന് ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കോംപ്ലക്സ് സിസ്റ്റംസ് അല്ലെ, സങ്കീർണമായിട്ടുള്ള സിസ്റ്റംസ്, പിന്നെ ശരിയായ രീതിയിലുള്ള വർക്ക് ഫ്ലോസ് അല്ലെ. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് എന്താണ് ദ്രുതഗതിയിൽ അല്ലെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ്സ് ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനായി സാധിക്കുന്നു. വിഷ്വൽ ടു പ്രോആക്റ്റീവ് പ്ലാൻ, നമുക്ക് എന്താണ് നമ്മളൊരു ഇന്റേണൽ ഓഡിറ്റില് മുൻകൂട്ടിയില്ലേ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞില്ലേ, പ്ലാനിങ്ങിൽ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ്സില് നമുക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ, ഉണ്ടാവോ? എന്തൊക്കെയാണ്? എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേ, ആരെങ്കിലും ഒന്ന് എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേ. ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സിൽ നമ്മൾ പറഞ്ഞു അല്ലെ, പഴയകാല റെക്കോർഡ്സുകൾ, ആ ഗ്യാപ്സുകൾ വരാം അല്ലെ. പിന്നെ എന്താണ് റെക്കോർഡ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മിസ്മാച്ച് വരാം. പിന്നെ എന്താണ് റെക്കോർഡ്സുകൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് കീ പ്രോസസ് ഓണേഴ്സ് അല്ലെ, പ്രധാന വ്യക്തികൾ ഐഡന്റിഫൈ ഫ്രോഡ്. ഓക്കെ, പ്രധാന വ്യക്തികളെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെ, അതൊക്കെ അതിൽ വരുന്ന ബുദ്ധിമുട്ടുകളല്ലേ, പ്രോബ്ലംസ് അല്ലേ, ആണോ? പിന്നെ ഡാറ്റാബേസിൽ അല്ലെ അവര് തയ്യാറാക്കുന്ന ആ ഒരു ഡാറ്റയില് ഒരുപാട് എന്താണ് കള്ളത്തരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് എറേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലെ, തെറ്റുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ ഓഡിറ്റ്സ്. അപ്പൊ എന്താണ്? അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനനുയോജ്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കുന്നത് എന്താണ്? ടീം ക്യാൻ റെസ്പോണ്ട് ക്വിക്ലി ആൻഡ് എഫിഷ്യന്റ്ലി അല്ലെ. ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ അല്ലെ ക്വിക്ലി റെസ്പോണ്ട് അല്ലെ, പെട്ടെന്ന് തന്നെ അതിനെതിരെ റെസ്പോണ്ട് ചെയ്യാനും കാര്യക്ഷമമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? അത്രയും വരെയാണ് മിസ് പറഞ്ഞത്. അതായത് നമുക്ക് എക്സാമ്പിൾ പറയുന്നത്
നമ്മൊരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ നമുക്കൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായിട്ട് കൂടിച്ചേർക്കോ അതല്ലെങ്കിൽ എന്താണ് നമ്മൾ അത് അവോയ്ഡ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമ്മൾ പിന്നീടത്തേക്ക് ആ ഒരു പ്രോബ്ലം മാറ്റിവെക്കോ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്താ ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുമ്പോൾ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ അപ്പൊ തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യണം അല്ലെ, ആഡ് ചെയ്യണം അല്ലെ. ഓക്കെ ആണോ? അത്രയും അതുവരെയാണ് മിസ് എടുത്തത്. നെക്സ്റ്റ്, when scope starts to expand, be sure to pump the brakes and reassess. അല്ലെ, നമ്മ ആ ഒരു സ്കോപ്പ്, നമ്മ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള ആ ഒരു വിശാലത അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ് എക്സ്പാൻഡ് ചെയ്ത് അല്ലെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് അതിൽ വരുന്ന ബ്രേക്കുകൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇന്റേണൽ ഓഡിറ്റിലെ ബ്രേക്കുകൾ, തടസ്സങ്ങൾ അല്ലെ. നമ്മ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ വീഴ്ചകള്, തടസ്സങ്ങൾ എന്ന് പറയും, ബ്രേക്കുകൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ വ്യാപ്തി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് അതിലുണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മൾ നീക്കുകയും പിന്നെ എന്താണ് ഓരോ പ്രവർത്തനങ്ങളും റീഅസസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലെ, വീണ്ടും വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെയാണോ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ ഇഷ്യൂസ് ഉണ്ടാവുക, നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് റെക്കോർഡുകൾ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ കീ പ്രോസസ് ഓണേഴ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഫ്രോഡുകൾ കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ എവിടെയെങ്കിലും മിസ്മാച്ചിങ് ഡോക്യുമെന്റിൽ മിസ്മാച്ചിങ് കണ്ടുപിടിക്കുക. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട് നമ്മ? അത് അവിടെ വെച്ച് നിർത്തുക നമ്മ, ആ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം അവിടെ വെച്ച് നിർത്തുക നമ്മ? ഇല്ല, നമ്മ അതെന്ത് ചെയ്യും? പമ്പ് ചെയ്യൂ അല്ലെ, ആ തടസ്സം മാറ്റുമല്ലോ. തടസ്സം മാറ്റില്ലേ? തടസ്സം മാറ്റിയിട്ട് നമ്മ എന്ത് ചെയ്യും? വീണ്ടും വിലയിരുത്തും അല്ലെ, ആ ഒരു പ്രശ്നങ്ങള് വീണ്ടും വിലയിരുത്തോ, റീഅസസ് ചെയ്യോ. അതാണ് പറയുന്നത്. എന്താണ്? നമ്മ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ആ ഒരു വ്യാപ്തി, അതിന്റെ ആ ഒരു സാധ്യത വർദ്ധിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ഓഡിറ്റിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ബ്രേക്സുകൾ നമ്മ മാറ്റുകയും നമ്മ വീണ്ടും ആ പ്രവർത്തനങ്ങളെ വീണ്ടും വിലയിരുത്തുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, nothing is worse than allowing the scope to increase and later realizing that you are one step away from basically auditing the entire organization and all the process. പിന്നെ എന്താണ്? നമ്മ അത് വീണ്ടും ആ ഒരു ഇന്റേണൽ നമ്മ എന്ത് ചെയ്യും? ബ്രേക്കുകളൊക്കെ മാറ്റി വീണ്ടും റീഅസസ് ചെയ്തിട്ട് നമ്മ വീണ്ടും ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്യോ? അതിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കോ? അപ്പൊ വീണ്ടും ആ ഒരു ഓഡിറ്റിന്റെ സ്കോപ്പ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയും നമ്മ എന്താണ്? നമ്മുടെ ആ ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രോസസ്സുകൾ അല്ലെ, ഓർഗനൈസേഷന്റെ എൻറ്റയർ പ്രവർത്തനങ്ങള്. നെക്സ്റ്റ് പേജില് നത്തിങ് ഈസ് വേഴ്സ് എന്നും പറഞ്ഞിട്ട് കണ്ടോ? വെൻ സ്കോപ്പ് സ്റ്റാർട്ട്സ് ടു എക്സ്പാൻഡ് എന്ന് പറഞ്ഞ് കണ്ടോ സുമിത്? ഓക്കെ, എന്താണ് നമ്മ ഒരു എന്താണ് ഓഡിറ്റിന്റെ വ്യാപ്തി നമ്മ ബ്രേക്കുകളൊക്കെ മാറ്റി വീണ്ടും റീഅസസ് ചെയ്ത് വീണ്ടും ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. അങ്ങനെ സ്കോപ്പ് വർദ്ധിപ്പിക്കാൻ അനുവദിക്കുകയും നമ്മ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രക്രിയകളും മുഴുവൻ പ്രോസസ്സുകളും ഓപ്പറേഷൻസും നമ്മ വിലയിരുത്തോ? അപ്പൊ എന്താണ്? നമ്മ അങ്ങനെ ആ ഒരു ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ എന്താണ് പ്രോസസ്സുകളും എന്താണ് ഓഡിറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഒരുപടി അകലെയാണെന്ന് മനസ്സിലാക്കുന്നത്, പിന്നീട് മനസ്സിലാക്കുന്നത് ാൾ മോശമായ ഒരു കാര്യമില്ല അല്ലെ. നമ്മ വീണ്ടും പമ്പൊക്കെ എന്താണ് ആ വരുന്ന ബ്രേക്സുകൾ പമ്പ് ചെയ്ത് അത് മാറ്റി റീഅസസ് ചെയ്ത് വീണ്ടും ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അത് അവസാനിക്കാറാവുമ്പോൾ നമ്മ മനസ്സിലാക്കുകയാണ് നമ്മ ഇനിയും
ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മ ഒരു പടി അകലെയാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മ അസസ് ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് ആരുടെ പ്രശ്നമാണ്? ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ അപാകതയല്ലേ, പോരായ്മയല്ലേ ആണ്. ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറയുന്നത് സ്കോപ്പ് ക്രീപ്പ് എന്ന് വെച്ചാൽ അതിന്റെ ആ ഒരു വിശാലത, ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള ആ ഒരു സാധ്യതയ്ക്ക് ഇടച്ചില് സംഭവിക്കുക. എന്താണ് നമ്മ ഒരു ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ്ങും അങ്ങനെയൊക്കെ നമ്മ ഒരു ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നമ്മ ഒരുപാട് പിറ്റ്ഫോൾസ്, ഒരുപാട് പോരായ്മകൾ അല്ലെ, ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് അതൊക്കെ നമ്മ വീണ്ടും പമ്പ് ചെയ്ത് ആ ഒരു തടസ്സങ്ങളൊക്കെ മാറ്റി വീണ്ടും നമ്മ അത് വിലയിരുത്തി പിന്നെ വീണ്ടും ഇന്റേണൽ ഓഡിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു എൻറ്റയർ ഓർഗനൈസേഷന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മുഴുവൻ പ്രക്രിയകളും നമ്മ വിലയിരുത്തി എന്നതിന് ശേഷം നമ്മ മനസ്സിലാക്കുകയാണ് നമ്മ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളും കഴിഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് നമുക്ക് അസസ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഒരു പിറ്റ്ഫോൾ ആണ്, ഒരു പോരായ്മയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് ഓർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മ ശരിക്കും നമ്മ ഫസ്റ്റ് മിസ് എടുത്തപ്പോ മിസ് പറഞ്ഞു അല്ലെ, എന്താണ് ഫീൽഡ് വർക്കിൽ മിസ് പറഞ്ഞു ആരെയാണ് നമ്മ ഇന്റർവ്യൂ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഇന്റർവ്യൂ നടത്തുന്നത് ആരെയാണെന്ന് പറഞ്ഞു? ഇന്റർവ്യൂയി കീ പേഴ്സണൽ ടു കൺഫേം അല്ലെ, കീ പേഴ്സണൽ അല്ലെ, പ്രധാന വ്യക്തികളെ മാത്രമാണ് നമ്മ വിലയിരുത്തുന്നത്. അതായത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് അല്ലെ, അവര് മാത്രമായിരിക്കുമല്ലോ നമ്മ വിലയിരുത്തുന്നത്, അവരോട് മാത്രമായിരിക്കും അല്ലെ നമ്മ പ്രവർത്തനങ്ങളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് താഴേക്കിടയിൽ നിൽക്കുന്ന, അവരിൽ നിന്ന് താഴെ നിൽക്കുന്ന നമ്മുടെ എംപ്ലോയീസിനോട് ചോദിച്ചാല് ചിലപ്പോൾ ഇവരിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും അല്ലെ അവർക്ക് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാനുണ്ടാവുക. ആണോ? അല്ലേ? അപ്പൊ അതെന്താണ്? ശരിക്കും അതൊരു പോരായ്മയല്ലേ? അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കാതെ ഇന്റർവ്യൂ നടത്തുന്നത് അല്ലെ, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നത് ഒരു പോരായ്മയല്ലേ? നമ്മുടെ മാനേജേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ചിലപ്പോ എന്താണ് നല്ല വശങ്ങളെ കുറിച്ച് മാത്രമായിരിക്കും അല്ലെ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ, എംപ്ലോയീസിനെ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണ്. ആണോ? അപ്പൊ എന്താണ് അത് ഒരു പോരായ്മയാണ് അല്ലെ, അതൊരു പിറ്റ്ഫോൾ ആണ് എന്ന് ആണ് പറയുന്നത്. അപ്പൊ നോക്കിയേ, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ്, എല്ലാവരോടും കൂടി സംസാരിക്കാതിരിക്കുക, ടോക്ക് ചെയ്യാതിരിക്കുക അല്ലെ, ചോദിച്ച് മനസ്സിലാക്കുക. ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അപ്പൊ നോക്കിയേ, ബി ഷുവർ to involve your client and stakeholders early and often അല്ലെ. നമ്മ എന്താണ് നമ്മുടെ ക്ലയന്റിനെയും ഇന്റേണൽ ഓഡിറ്റ്സ് ആർക്ക് വേണ്ടിയാണോ നടത്തുന്നത് അല്ലെ, ആ ഒരു ക്ലയന്റിനെയും അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും എന്താണ് ഉൾപ്പെടുത്താൻ ഉറപ്പാക്കുക അല്ലെ. അവരെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന് മുമ്പും ഇന്റേണൽ ഓഡിറ്റിന് ശേഷവും അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. ഓക്കെ ആണോ? ബി ഷുവർ ടു ഇൻവോൾവ് യുവർ ക്ലയന്റ് ആൻഡ് സ്റ്റേക്ക്ഹോൾഡേഴ്സ് early and often. ഒരു ഇന്റേണൽ ഓഡിറ്റിന് മുമ്പും അതിനുശേഷവും അവിടുത്തെ ക്ലയൻസിനെ ആർക്ക് വേണ്ടിയാണോ നമ്മൾ ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് അവരെയും അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കുക. നെക്സ്റ്റ് പറയുന്നത്, ഐ റെക്കമെൻഡ് ഗോയിങ് ഡീപ്പർ ദാൻ മാനേജർ ഓർ ടീം ലീഡേഴ്സ്, ടോക്ക് വിത്ത് ദ സ്റ്റാഫ്, എൻജിനീയേഴ്സ് എക്സെട്ര അല്ലെ. എന്താണ് നമ്മുടെ മാനേജറെയും ടീം ലീഡേഴ്സിനെയും അല്ലാതെ ആരെ കൂടി ഉൾപ്പെടുത്താനാണ് ആള് ശുപാർശ ചെയ്യുന്നത്? ഒരു ഇന്റേണൽ ഓഡിറ്റർ എന്ന നിലയില് ആരെയും കൂടി ഉൾപ്പെടുത്താനാ പറയുന്നത്? നമ്മുടെ സ്റ്റാഫിനെയും എൻജിനീയേഴ്സിനെയും അല്ലെ,
സ്റ്റാഫ്, എഞ്ചിനീയേഴ്സ് എക്സെട്ര മറ്റു സ്റ്റാഫുകളെ കൂടി ഉൾപ്പെടുത്താനാണ് ആള് ശുപാർശ ചെയ്യുന്നത്. Many times the people in the trenches may be following a completely different process than what is documented or understood by manager. മെനി ടൈംസ് മിക്കവാറും സമയങ്ങളിൽ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്, നമ്മുടെ ആ ഡോക്യുമെന്റിൽ നിന്ന് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മാനേജേഴ്സിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തിലാണ് അല്ലെ, ഒരുപാട് ചേഞ്ചസിലാണ് അവിടുത്തെ ആ ട്രെഞ്ചസ്, അതായത് താഴെയുള്ള പീപ്പിൾസ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നതിന് അവർ ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? അതായത് നമ്മ പറഞ്ഞു അല്ലെ, ഇന്റേണൽ ഓഡിറ്റ്സിൽ നമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് വിലയിരുത്തുന്നത്, ഡോക്യുമെന്റ്സുകൾ വിലയിരുത്തുന്നുണ്ട് അല്ലെ, റിപ്പോർട്ട്സുകൾ ഡോക്യുമെന്റ്സുകൾ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രവർത്തനങ്ങൾ അസസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഡോക്യുമെന്റ്സിൽ നിന്ന് അതല്ലെങ്കിൽ അവിടുത്തെ എന്താണ് മാനേജ്മെന്റുകളിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും, വ്യത്യസ്ത പ്രക്രിയകളിലൂടെ ആയിരിക്കും നമ്മുടെ ട്രെൻഡസ്, അതായത് ആ ഒരു മാനേജറിന്റെ അടിയിലുള്ള ആളുകള് പ്രവർത്തിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് അവരെ കൂടി നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സിൽ ഉൾപ്പെടുത്തുക. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് നോട്ട് റിവ്യൂയിങ് ദ ഡാറ്റ അല്ലെ. എന്താണ് നമ്മ ആ ഒരു ഡാറ്റാസ് അവലോകനം നടത്താതിരിക്കാന്ന്. നമുക്കറിയാം നമുക്ക് കിട്ടുന്ന അല്ലെ, നമ്മൾ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത് കീ പ്രോസസ് ഓണേഴ്സിന് ഇന്റർവ്യൂ നടത്തും, ഡോക്യുമെന്റ്സുകൾ വെരിഫൈ ചെയ്യും, അസസ് ചെയ്യും അല്ലെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഈ ഡോക്യുമെന്റ്സുകൾ ആക്യുറേറ്റ് ആണോ അല്ലെ, കൃത്യത ഉള്ളതാണോ, നമുക്ക് എന്താണ് കള്ളത്തരങ്ങളും ഒന്നും ഇല്ലാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? അവർ ശരിയായ രീതിയിലാണ് എഴുതിയതെങ്കിൽ നമുക്ക് അതിലെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കോ, ഫ്രോഡുകളോ? അങ്ങനെയല്ല ചോദിക്കുന്നത്. അവർ ശരിയായ രീതിയിൽ എന്ന് വെച്ചാൽ അവര് പൈസയൊക്കെ തിരിമറി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ശരിയായ രീതിയിൽ അവര് റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കള്ളത്തരങ്ങളും ഒരു ഇതും കാണിക്കാത്ത രീതിയിൽ ശരിയായി ആക്യുറേറ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകോ ഇവർ ഇത്ര രൂപ മറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ല അല്ലെ. അപ്പൊ നോക്കിയേ, അതാണ് പറയുന്നത് നോട്ട് റിവ്യൂയിങ് ദ ഡാറ്റ. നമ്മ ഒരു ഡാറ്റ അസസ് ചെയ്താലും നമുക്ക് അത് ആക്യുറേറ്റ് ആണോ അല്ലെ, കൃത്യതയുള്ളതാണോ, അത് അവരെങ്ങനെ തയ്യാറാക്കി എന്ന് മനസ്സിലാകണം എന്നില്ല. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും അല്ലെ, ഓരോ ഡാറ്റാസും തയ്യാറാക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, ഓരോ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ അവരുമായിട്ട് നേരിട്ട് അവരെ ഇന്റർവ്യൂ ചെയ്ത് അവരെങ്ങനെയാണ് ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടത്തുന്നതെന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? നോക്കാം നമുക്ക് കേട്ടോ. അതിൽ പറഞ്ഞുതരാം. നോടി, നോട്ട് റിവ്യൂവിംഗ് ദ ഡാറ്റ വെൻ ഡാറ്റ ഈസ് നീഡഡ്. ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഡാറ്റ ആവശ്യമായി വരുമ്പോൾ ഇറ്റ്സ് ടിപ്പിക്കൽ ടു ആസ്ക് ദം യു ആർ ഓഡിറ്റർ ടു പ്രൊവൈഡ്. നമുക്ക് ആ ഒരു ഇന്റേണൽ ഓഡിറ്റേഴ്സിന് ഡാറ്റ ആവശ്യമായിട്ട് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഡാറ്റ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ബട്ട് ഹൗ ഡു യു നോ ദാറ്റ് ദ ഡാറ്റ ഈസ് അക്യുറേറ്റ്? അപ്പൊ എന്താണ്, നമുക്ക് അറിയാൻ പറ്റോ ആ ഒരു ഡാറ്റ അക്യുറേറ്റ് ആണോ, കൃത്യതയുള്ളതാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കോ? അപ്പൊ എന്താണ്, നമുക്ക് ആ ഒരു ഡാറ്റ കൃത്യതയുള്ളതാണോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അല്ലെ. നമ്മ ചിലപ്പോ അതങ്ങനെ തന്നെ നമ്മൾ അസസ് ചെയ്യുകയുള്ളൂ അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് if possible നമുക്ക് പറ്റുമെങ്കിൽ സിറ്റ് വിത്ത് ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. DBA എന്ന് പറഞ്ഞാല് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ ഒക്കെ തയ്യാറാക്കുന്ന ആളുകള്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ഓർ ഡാറ്റ പ്രൊവൈഡേഴ്സ് അല്ലെ, ഡാറ്റ തരുന്ന ആളുകളുമായിട്ട് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഡാറ്റ ഈസ് ബീങ് ജനറേറ്റഡ് അല്ലെ.
അവരുമായി ഇരുന്നിട്ട് എന്താണ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഹൗ ദ ഡാറ്റ ഈസ് ബീങ് ജനറേറ്റഡ്, അവര് എങ്ങനെയാണ് ആ ഒരു ഡാറ്റ തയ്യാറാക്കുന്നതെന്ന് അവരുമായി ഇരുന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഓൾവേസ് ആസ്ക് ക്വസ്റ്റ്യൻ അബൌട്ട് ട്രൈ ടു ഗെറ്റ് ഡാറ്റ ദാറ്റ് ഹാസ് ബീൻ ജനറേറ്റഡ് ഡയറക്ട്ലി ഫ്രം ദ സിസ്റ്റം. അവരോട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം എപ്പോഴും. ആൻഡ് കൂടാതെ എന്താണ് അവര് ഡാറ്റാസ് നേരിട്ട് സിസ്റ്റത്തിലാണോ തയ്യാറാക്കുന്നത് എന്നും ചോദിച്ച് മനസ്സിലാക്കുക. along with the queries or constraints used to generate, ആ ഒരു ഡാറ്റ അവർ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക. അവര് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്തൊക്കെ നോക്കിയിട്ടാണ് ആ ഒരു ഡാറ്റ തയ്യാറാക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അല്ലെ. അപ്പൊ നമുക്ക് ഒരുവിധം ഏകദേശം മനസ്സിലാകുമല്ലോ. അപ്പൊ അവരെന്തെങ്കിലും കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സംസാരത്തിൽ നിന്ന് അല്ലെങ്കിൽ അവർ ആ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്ന് നമുക്കറിയാം അല്ലെ. നമ്മൾ ജസ്റ്റ് ആ ഡാറ്റ മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കോ? അവര് കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ അല്ലെ? ഇല്ല. പക്ഷെ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റുമല്ലോ അവരെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അല്ലെ. അവര് അതിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെ? ആണോ? അപ്പൊ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സിൽ നമുക്ക് ആ ഡാറ്റാസ് ഒക്കെ ആവശ്യമായി വരുമ്പോൾ നമ്മൾ ഡാറ്റ ചോദിക്കുന്നു അല്ലെ. ഡാറ്റ ടീമിനോട് ഓഡിറ്റിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുന്നു. എന്നാൽ അത് കൃത്യമാണോ, ആക്യുറേറ്റ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് നൽകുന്ന ആളുകളുമായിട്ട് ഇരുന്ന് അത് അവർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക. കൂടാതെ ആ ഒരു ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയല്ലേ. നമുക്കുള്ള സംശയങ്ങൾ അവരെങ്ങനെയാണ് ഏത് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഡാറ്റ തയ്യാറാക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക. കൂടാതെ ആ ഒരു ഡാറ്റ അവർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി അവർ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, അവര് നേരിട്ട് സിസ്റ്റത്തിലേക്കാണോ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എൻറ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെയാണോ? ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് വെക്കും അല്ലെ. ആണോ? വരവ് ചെലവ് കണക്കുകളൊക്കെ ജസ്റ്റ് അവർ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയൊക്കെ ആയിരിക്കും അവർ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? പിന്നെ അവർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ആയിരിക്കും. പക്ഷെ അവർ എന്തെങ്കിലും ഒരു കാര്യം നോട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡാറ്റ ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലവായത് അല്ലെങ്കിൽ അവർക്ക് ലഭിച്ചത് ഇല്ല അല്ലെ. അപ്പൊ അവര് എങ്ങനെയാണ് നേരിട്ട് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ആണോ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ ആണോ? കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ, ഡാറ്റ തയ്യാറാക്കുന്നതിലെ നിയന്ത്രണങ്ങൾ കേട്ടോ, നിയന്ത്രണങ്ങളെ. ഓക്കെ, എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട്, എന്തൊക്കെ റൂൾസുകൾ അവർ പാലിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. മിസ് ആദ്യം തന്നെ എടുത്തു തുടങ്ങിയപ്പോ പറഞ്ഞു നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് എങ്ങനെയാണ്? വസ്തുനിഷ്ഠവും സ്വതന്ത്രവുമാണ് അല്ലെ. റെക്കോർഡ്സുകള്, പ്രോസസ്സുകള് അല്ലെ, ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് ആണ് അല്ലെ. അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്തുകയും സ്വതന്ത്രമായിട്ടാണ് അല്ലെ അവർ ഡിസിഷൻ എടുക്കുന്നത്. ആരെങ്കിലും അണ്ടറിലാണോ? സ്വതന്ത്രമായിട്ടാണ് അല്ലെ. ആർക്കെങ്കിലും ഫേവർ ചെയ്തിട്ടാണോ അവര് ഡിസിഷൻ എടുക്കുന്നത്? മാനേജർ അല്ല അല്ലെ, അവര് സ്വതന്ത്രമായിട്ടാണ് അല്ലെ. അപ്പൊ ഒബ്ജക്ടിവിറ്റി ആൻഡ് ഇൻഡിപെൻഡൻസ്. അപ്പൊ നോക്കിയേ, this has become particularly important in a smaller organization. ഈ ഒരു ഒബ്ജക്ടിവിറ്റി, ഇൻഡിപെൻഡൻസ് എന്നൊക്കെ പറയുന്നത്
നമ്മുടെ സ്മോളർ ഓർഗനൈസേഷൻ, ചെറിയ ചെറിയ ഓർഗനൈസേഷന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇനി ലാർജർ എന്തുകൊണ്ടാണ് അത് പറയുന്നത് നോക്കിയേ. ഇനി ലാർജർ ഓർഗനൈസേഷൻ internal auditors reported to a board of director or an audit committee. എന്താണ് നമ്മുടെ ലാർജർ ഓർഗനൈസേഷനിൽ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ്സ് റിപ്പോർട്ട് ആർക്കാണ് നൽകുന്നത്? നമ്മൾ ആദ്യം പറഞ്ഞതാണ്. ആർക്കാണ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെ? അല്ലെങ്കിൽ അല്ലേ? ആദ്യം പറഞ്ഞ മിസ്സോ സീനിയർ ലീഡർഷിപ്പിനോ അല്ലേ? അല്ലെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സീനിയർ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെയ്തിട്ട് എന്താണ് സീനിയർ ലീഡർഷിപ്പിനോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെ ആയിരിക്കും അല്ലെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ലാർജർ ഓർഗനൈസേഷനില് ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് ടു എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓർ എ ഓഡിറ്റിംഗ് കമ്മിറ്റി. ആ ഒരു ലാർജർ ഓർഗനൈസേഷൻ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിന് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്ന ആളുകള് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തയ്യാറാക്കിയ റിപ്പോർട്ടുകള് അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കമ്മിറ്റിക്കോ ആയിരിക്കും സമർപ്പിക്കുന്നത്. ബട്ട് ഇൻ സ്മോളർ കമ്പനി, ചെറിയ ചെറിയ കമ്പനികളില് an internal auditors may be reporting to the same person or group they are auditing. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ കമ്പനികളില് ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ ഒന്നില്ലെങ്കിൽ ആ സെയിം പേഴ്സൺ ഇന്റേണൽ ഓഡിറ്റിലുള്ള ഒരു വ്യക്തിക്ക്, അതിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഡിറ്റിംഗ് നടത്തുന്ന ആ ഒരു ഗ്രൂപ്പിന് തന്നെയായിരിക്കും ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട്സുകൾ നൽകുന്നത്. അപ്പൊ എന്താണ് അവര് സ്വന്തം തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് സമർപ്പിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? മോക്ക് ടെസ്റ്റുകൾ എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യല്ലേ? ആണോ? സബ്മിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് മാർക്ക് അറിയാൻ പറ്റും അല്ലേ? അതല്ല, നിങ്ങൾ അങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ അത് ശരിക്കും എല്ലാ ദിവസവും ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യോ? എപ്പോഴും എപ്പോഴെങ്കിലും ചെയ്യാം അല്ലെ? എപ്പോഴെങ്കിലും ചെയ്യാം അല്ലെ? എപ്പോഴെങ്കിലും ചെയ്യാം. എപ്പോഴായാലും നമുക്ക് കിട്ടുമല്ലോ. ഞങ്ങൾ തന്നെയാണ് അത് നോക്കുന്നത് അല്ലെ? എപ്പോഴെങ്കിലും ചെയ്യാന്നുള്ളൊരു മൈൻഡിലിരിക്കും. ആണോ? എല്ലാവരും അല്ലാട്ടോ, ചിലര് അല്ലേ? അപ്പൊ എന്താണ് അതേപോലെ ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ അവർക്ക് തന്നെയാണ് കൊടുക്കുക. ആ ഒരു ടീമിന് തന്നെയാണ്, അവര് തന്നെയാണ് സമർപ്പിക്കുന്നതെങ്കിൽ അവർ കറക്റ്റ് ആയിട്ട് അത് റിപ്പോർട്ട് ചെയ്യോ? ആക്യുറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യോ? ഇല്ല അല്ലെ? അവരെന്ത് ചെയ്യും? പതുക്കെയൊക്കെ ചെയ്യാം അല്ലെ? പിന്നീടത്തേക്കൊക്കെ മാറ്റി വെക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെ? ചിലപ്പോ എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ അവർ വിലയിരുത്തിയിട്ടുണ്ടാവില്ല അല്ലെ? അസസ് ചെയ്ത് നമ്മളാണെങ്കിലും ഒരു കാര്യം മറ്റുള്ളവർക്ക് സമർപ്പിക്കണമെങ്കിലല്ലേ നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യുള്ളൂ അല്ലെ? നമ്മ തന്നെയാണ് നോക്കുന്നത്. നമുക്കതൊരു സീരിയസ്നെസ് ഉണ്ടാവോ? ഇല്ല. നമുക്കതൊരു അവിടെ ഒരു ചെറിയൊരു മടി വരും അല്ലെ? അതേപോലെ എന്താണ് സ്മോളർ ഓർഗനൈസേഷനിൽ ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത്, റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ഒന്നില്ലെങ്കിൽ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് ടീമിലുള്ള ആൾക്കായിരിക്കും, ഒരു ഉയർന്ന ആൾക്കായിരിക്കും. അതല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് തന്നെയായിരിക്കും സമർപ്പിക്കുന്നത്. വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ അതെന്താണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് കമ്മിറ്റിക്കൊക്കെ സമർപ്പിക്കേണ്ടതിനാൽ അതെന്തായിരിക്കും? കൂടുതൽ അക്യുറേറ്റ് ആയിരിക്കും അല്ലെ? കൃത്യതയുള്ളതായിരിക്കും. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the crucial factor is remaining impartial അല്ലെ? ക്രൂഷ്യൽ ഫാക്ടർ, പ്രധാനപ്പെട്ട അതായത് നിർണായക ഘടകം എന്ന് പറയുന്നത് ഇതെങ്ങനെയായിരിക്കണം? നിഷ്പക്ഷമായിരിക്കണം അല്ലെ? ഇംപാർഷ്യൽ ആയിരിക്കണം. പാർഷ്യാലിറ്റി പാടുണ്ടോ? ഇന്റേണൽ ഓഡിറ്റിലെ റിപ്പോർട്ടില് പാർഷ്യാലിറ്റി പാടുണ്ടോ? ഇല്ല അല്ലെ? ഇംപാർഷ്യൽ എന്താണ്? നിഷ്പക്ഷമായിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെ? സ്വതന്ത്രമായിരിക്കണം അല്ലെ? കൂടാതെ എന്താണ്? having a forward looking mindset അല്ലെ? എന്താണ്? മുന്നോട്ടുള്ള
പാത നോക്കിയിട്ടാണൊക്കെയാണോ ലുക്കിംഗ് ഫോർവേഡ് അല്ലെ? എന്താണ് പിറ്റ്ഫോൾസുകളൊക്കെ കണ്ടുപിടിച്ച് അല്ലെ, പോരായ്മകളൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണോ? നമ്മ പറഞ്ഞു ഇന്റേണൽ ഓഡിറ്റ്സ് ഫിനാൻസ് മാത്രമല്ല അല്ലെ, അവിടുത്തെ ഓപ്പറേഷൻസ്, IT, എൻവയോൺമെന്റ് അല്ലെ, പ്രോസസ്സുകൾ അല്ലെ, സിസ്റ്റംസ് എല്ലാം വിലയിരുത്തുന്നുണ്ട് അല്ലെ. എന്നിട്ട് അവിടുത്തെ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ട റെക്കമെൻഡേഷൻ ഒക്കെ കൊടുത്ത് അല്ലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ ഇത് എങ്ങനെയുള്ളതായിരിക്കണം? നിഷ്പക്ഷവും സ്വതന്ത്രവും പിന്നെ എന്താണ്, ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് ആയിരിക്കണം അല്ലെ. ആ ഒരു പ്രോസസ്സുകള് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയകള് അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണം, എഫിഷ്യന്റ് ആക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കണോ? അപ്പൊ എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ നിർണായക ഘടകങ്ങൾ എന്ന് പറയുന്നത്? നിഷ്പക്ഷമായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം, കൂടാതെ ഫോർവേഡ് ലുക്കിംഗ് മൈൻഡ് കൂടി ആയിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് remember that an internal auditors is trying to help and should be followed to do so even if the results are hard to hear അല്ലെ. എന്താണ് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റേഴ്സ് റിമെമ്പർ ചെയ്യണമെന്ന്. എന്താണ് അവർ റിമെമ്പർ ചെയ്യേണ്ടത്? ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നത് ആ ഒരു ഓർഗനൈസേഷനെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണോ, സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? ആണ് അല്ലെ. എന്തുകൊണ്ടാ അങ്ങനെ പറയുന്നത്? അവരുടെ പോരായ്മകൾ മനസ്സിലാക്കാനാണ് അല്ലെ. എവിടേക്കാണ് ഗ്യാപ്പുകൾ ഉള്ളത് അല്ലെ, എവിടേക്കാണ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനാണോ? ആക്യുറേറ്റ് കൃത്യത ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? അവരെന്തെങ്കിലും പോരായ്മകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവര് നെഗ്ലക്ട് ചെയ്യാൻ പാടുണ്ടോ? ആ പോരായ്മകൾ ഒഴിവാക്കാൻ പാടുണ്ടോ? പാടില്ല അല്ലെ. അത് വിലയിരുത്തി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കാം അല്ലെ. ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട റെക്കമെൻഡേഷൻസ് കൊടുക്കുക. അപ്പൊ ഇന്റേണൽ ഓഡിറ്റേഴ്സ് എപ്പോഴും അത് ചെയ്യുമ്പോഴും ഓർക്കുക അല്ലെ, ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് എന്നുള്ള ആ ഒരു പ്രവർത്തനം ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടാതെ എന്ത് ചെയ്യണം? ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ആ ഒരു റിസൾട്ട് അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തതാണെങ്കിലും, ഹാർഡ് ടു ഹിയർ അല്ലെ, അപ്രിയ സത്യങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് നമ്മ അല്ലേ. അപ്രിയ സത്യങ്ങൾ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തതായിരിക്കും അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആണെങ്കിൽ അല്ലെ. അപ്പൊ ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ റിസൾട്ട് അവർക്ക് കേൾക്കാൻ പ്രയാസമാണെങ്കിലും അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഇന്ന പിറ്റ്ഫോൾസുകൾ ഉണ്ട്, ഇന്ന ഗ്യാപ്പുകൾ ഉണ്ട്, ഇന്ന പോരായ്മകൾ ഉണ്ട് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെയുള്ള കാര്യം എന്താണ് നമ്മ ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓർത്തിരിക്കുക അല്ലെ. ആ ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയുള്ളതാണെന്നും, കൂടാതെ അവർക്ക് അപ്രിയ സത്യങ്ങൾ അല്ലെ, അവർക്ക് കേൾക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? അവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, കേൾക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അവരോട് അത് പറയണം എന്നുള്ള കാര്യങ്ങള് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഓർത്തു വെക്കുക. ഓക്കെ ആണോ? അത് കംപ്ലീറ്റ് പിറ്റ്ഫോൾസുകള്. സ്കോപ്പ് ക്രീപ്പ്, നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് അല്ലെ. സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് സെക്കൻഡ് പോയിന്റ്,
സെക്കൻഡ് പോയിന്റ്സ് എന്ന് മിസ് ചെറുതാക്കി പറഞ്ഞുതരാട്ടോ അഞ്ജലി. സെക്കൻഡ് പോയിന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്റേണൽ ഓഡിറ്റ്സ് ആദ്യം പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ. ഇന്റേണൽ ഓഡിറ്റ്സിൽ നിന്ന് മാത്രമാണ് ഇന്റർവ്യൂ നടത്തുന്നത്. മാനേജേഴ്സിന് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിനൊക്കെ ആയിരിക്കും അല്ലെ, പ്രധാന വ്യക്തികളെ മാത്രമായിരിക്കും നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. പക്ഷെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളായിരിക്കോ അതിൽ താഴെ നിൽക്കുന്ന എംപ്ലോയീസ് പറയുന്നത്, അവരെ അണ്ടറിൽ നിൽക്കുന്ന എംപ്ലോയീസ് പറയുന്നത് ആയിരിക്കോ? ഇല്ല അല്ലെ. ചിലപ്പോ എന്താണ് നമ്മുടെ മാനേജർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും അല്ലെ നമ്മ ആ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാല് അല്ലെ നമ്മുടേതായ ഒരു ശൈലിയില് നമ്മുടേതായ ഒരു ടിപ്സുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ആ പ്രവർത്തനങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് പറയുന്നത്? നോട്ട് ടോക്കിംഗ് ടു ഓൾ ക്ലയൻസ് അല്ലെ, നമ്മ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തി ഇന്റർവ്യൂ നടത്താത്തത് അല്ലെ, സംസാരിക്കാത്തത് അല്ലെങ്കിൽ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്താത്തത് ഇതിന്റെ ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ അതില് എന്താണ് നമ്മൾ ഒരു ഇന്റേണൽ ഓഡിറ്റിന് മുമ്പും ശേഷവും നമ്മുടെ ക്ലയന്റിനെയും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക. പിന്നെ എന്താണ് നമ്മൾ മാനേജേഴ്സിനെയും ടീം ലീഡേഴ്സിനെയും കൂടെ അല്ലാതെ നമ്മ എന്താണ് മാനേജേഴ്സിന്റെ അണ്ടറിലുള്ള സ്റ്റാഫുകളെയും എഞ്ചിനീയേഴ്സിനെയും കൂടി ഇന്റേണൽ ഓഡിറ്റിംഗ് പ്രക്രിയകളിൽ ഉൾപ്പെടുത്തുക. എല്ലായ്പ്പോഴും മിക്ക സമയത്തും എന്താണ് നമ്മുടെ മാനേജേഴ്സും അതല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സുകളിൽ നിന്ന് മനസ്സിലാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരിക്കും നമ്മുടെ ട്രെൻഡസ്, അതായത് നമുക്ക് താഴേക്കിടയിലുള്ള ആ ഗ്രൂപ്പ് സെറ്റ് ഓഫ് പേഴ്സൺസ് ആ ജോലികള് പൂർത്തിയാക്കുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇന്റേണൽ ഓഡിറ്റ്സിൽ അവരെ കൂടി ഉൾപ്പെടുത്താത്തത്, ടീം ലീഡേഴ്സിനെ അല്ലെങ്കിൽ മാനേജേഴ്സിനെ മാത്രം ഉൾപ്പെടുത്തുന്നത് ഒരു പോരായ്മയായിട്ടാണ് പറയുന്നത്. ഓക്കെ ആണോ? അഞ്ജലി ഓക്കെ ആയോ? സ്കോപ്പ് ക്രീപ്പ് എന്ന് പറഞ്ഞാല് ആ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ വിശാലത ഇഴയുക എന്ന് പറയും. ക്രീപ്പ് ഓക്കെ. വ്യാപ്തിയില്ലേ, വ്യാപ്തി ഇഴയുക അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വിശാലത ഇഴയുക. നമ്മൾ വിചാരിച്ച അത്ര എത്താതിരിക്കുക. ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇതിപ്പോ ഓക്കെ അല്ലേ? പിറ്റ്ഫോൾസ് ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ഇൻ ഇന്റേണൽ ഓഡിറ്റ് അല്ലെ. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സിന്റെ പ്രൊഫഷണൽ മാനദണ്ഡങ്ങൾ അല്ലെ, സ്റ്റാൻഡേർഡ്സുകൾ എന്തെല്ലാമാണ്? ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് ഹാസ് സെറ്റ് ദ ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ഫ്രെയിംവർക്ക് ഫോർ ഇന്റേണൽ ഓഡിറ്റ് അല്ലെ. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിങ്ങിന് അന്താരാഷ്ട്ര തലത്തിൽ അല്ലെ, ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള അന്താരാഷ്ട്ര തലത്തില് അംഗീകരിച്ചിട്ടുള്ള ഫ്രെയിംവർക്കുകളാണ്, ചട്ടക്കൂടുകളാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റേണൽ ഓഡിറ്റേഴ്സ് IIA എന്ന് പറയുന്നത്. അടയാളപ്പെടുത്താം. ക്വസ്റ്റ്യൻ വരുന്നതാണ്. എന്താണ്? അന്താരാഷ്ട്ര തലത്തില് ഇന്റേണൽ ഓഡിറ്റിങ്ങിന്റെ അന്താരാഷ്ട്ര തലത്തില് അംഗീകരിച്ചിട്ടുള്ള ഒരു ഫ്രെയിംവർക്കാണ് IIA. ഓക്കെ ആണോ? അടയാളപ്പെടുത്താട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ ആണോ? നമ്മ പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? നമ്മുടെ അന്താരാഷ്ട്ര തലത്തില് അംഗീകരിച്ചിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ്സിന്റെ ഫ്രെയിംവർക്ക്, ചട്ടക്കൂടുകൾ, റൂൾസ് എന്നൊക്കെ പറയാറില്ലേ, അതാണ് IIA. ഇതിന് നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്, IPPF എന്ന് കൂടി പറയുന്നുണ്ട്. എന്താണ്? അതും ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അതർ നെയിം ഓഫ് IIA അല്ലെങ്കിൽ IPPF സ്റ്റാൻഡ്സ് ഫോർ അത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് ഫ്രെയിംവർക്ക്. ആ പേരിൽ തന്നെ ഉണ്ട് പ്രൊഫഷണൽ പ്രാക്ടീസ്. ആരാണ്? ഓഡിറ്റിംഗ് പ്രൊഫഷണൽസ് ഇല്ലേ,
ഇന്റേണൽ ഓഡിറ്റ്സ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് നടക്കുന്ന ആളുകളിലെ വ്യക്തികളിലെ ഓഡിറ്റേഴ്സ് ഉണ്ടോ? അപ്പൊ അവര് പ്രാക്ടീസ് ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഫ്രെയിം വർക്ക്സ്, ചട്ടക്കൂടുകള്, റൂൾസുകള്, റെഗുലേഷൻസ് ഒക്കെയാണ് നമ്മുടെ IIA ഉൾപ്പെടുന്നത്. ഓക്കെയാണോ? നമ്മ എന്താണ് നാബിന്റെ അല്ലെങ്കിൽ JCA ഇത് പറഞ്ഞപ്പോ പഠിച്ചു അല്ലെ, അക്രഡിറ്റേഷൻ പഠിച്ചു. ആ JCA അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ നമ്മ എന്ത് വേണം? ആ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ പാലിക്കണം അല്ലേ? ആണോ? ആണ്. അപ്പൊ അതേപോലെ നമ്മൾ ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ അവര് പ്രാക്ടീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവര് നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട എന്താണ് റൂൾസുകള്, റെഗുലേഷൻസ് ഒക്കെയാണ് IIA ഉൾപ്പെടുത്തുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് IPPF provides mandatory and strongly recommended guidance. അല്ലെ, നമ്മുടെ IPPF ഇന്റർനാഷണൽ പ്രൊഫഷണൽ പ്രാക്ടീസ് എന്താണ് പറയുന്നത്? സ്ട്രോങ്ലി മാൻഡേറ്ററി അല്ലെ, നിർബന്ധമായിട്ടുള്ളതും ശക്തമായി ശുപാർശ ചെയ്യുന്നതുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ഇന്റേണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ടും പിന്നെന്താണ് ശക്തമായി റെക്കമെൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഗൈഡൻസ് അല്ലെ, മാർഗനിർദ്ദേശങ്ങളാണ് IPPF-ൽ പറയുന്നത്. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ്സ് എങ്ങനെയായിരിക്കണം നടത്തേണ്ടത്, അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അസസ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നിയമങ്ങളും നിയന്ത്രണങ്ങളുമാണ് പാലിക്കേണ്ടത് അല്ലെ, അങ്ങനെയുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ IPPF-ൽ പറയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് these are standards that are applied by over 1,60,000 internal auditors who are working globally within the framework. അല്ലെ, ആഗോളതലത്തിലുള്ള ചട്ടക്കൂടിനുള്ളിൽ പ്രവർത്തിക്കുന്ന 1,60,000-ൽ കൂടുതൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് പ്രയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് നമ്മുടെ IPPF-ൽ പറയുന്നത്. അതായത് നമ്മ ഓഡിറ്റിംഗ് നടത്താനായിട്ട് ഓഡിറ്റേഴ്സ് ഉണ്ട് അല്ലെ, ഇല്ലേ? എല്ലാ സ്ഥലങ്ങളിലുള്ള ഓഡിറ്റേഴ്സ്, ഓരോ ഓർഗനൈസേഷൻ ഉണ്ട് അല്ലെ, ഓർഗനൈസേഷനിലെ ഓഡിറ്റേഴ്സ്. അങ്ങനെ എന്താണ് നമ്മുടെ ആഗോളതലത്തിലെ ചട്ടക്കൂടിനുള്ളിൽ തന്നെ ഫ്രെയിംവർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന 1,60,000-ൽ കൂടുതൽ ഇന്റേണൽ ഓഡിറ്റേഴ്സ് പ്രവർത്തിക്കുന്ന, അവർ പ്രാവർത്തികമാക്കുന്ന അല്ലെങ്കിൽ അവർ പ്രയോഗിക്കുന്ന മാനദണ്ഡങ്ങളാണ് IPPF-ൽ പറയുന്നത്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ആ ഒരു ഇന്റേണൽ ഓഡിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, അവര് എന്താണ് അനുസരിക്കേണ്ട ലോസ്, നിയമങ്ങൾ എന്തൊക്കെയാണ്, നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെ അടിസ്ഥാനമാക്കിയാണ് ഇന്റേണൽ ഓഡിറ്റ്സ് നടത്തുന്നത്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളൊക്കെയാണ് നമ്മുടെ IPPF-ൽ പറയുന്നത്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. നെക്സ്റ്റ് സിമ്പിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് നമ്മ പഠിച്ച കാര്യങ്ങള് മിസ് ഇത് ആദ്യം തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഒരു ടേബിള് ഡിഫറെന്റ് ബിറ്റ്വീൻ ഇന്റേണൽ ഓഡിറ്റ് വേഴ്സ് എക്സ്റ്റേണൽ ഓഡിറ്റ്സ് അല്ലെ, നമ്മുടെ ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ് മിസ് തുടങ്ങിയപ്പോ തന്നെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നു. ഈ ടേബിളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. ഒബ്ജക്റ്റീവ് ചോദിക്കാം, കണ്ടക്റ്റഡ് ബൈ ഇന്റേണൽ ഓഡിറ്റിംഗ് ആരാണ് നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ പീരീഡ് ഏതാണ്, അല്ലെങ്കിൽ അതെന്താണ്, എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ ആണ്. കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പൊ ഫസ്റ്റ് പറയുന്നത് മീനിങ്, അർത്ഥം അല്ലെ, എന്താണ്? ഇന്റേണൽ ഓഡിറ്റ് refers to an ongoing audit function, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ, ഒരു വർഷത്തിൽ ഒരു തവണയാണ് നടത്തുന്നത്. ഫസ്റ്റ് എടുത്തപ്പോ തന്നെ പറഞ്ഞു
അല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് അല്ലെ. അപ്പൊ എന്താണ് ഇന്റേണൽ ഓഡിറ്റ്സ് എന്ന് പറയുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെ, ഓൺ ഗോയിങ് ഓഡിറ്റ് ഫംഗ്ഷൻ ആണ്. ആരാണ് അത് നടത്തുന്നത്? പെർഫോമഡ് within an organization by a separate internal auditing ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷനിൽ തന്നെയുള്ള അല്ലെ, ആ സ്ഥാപനത്തിനുള്ളിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ആണ് ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് അല്ലെ. ഒരു സ്ഥാപനത്തിനുള്ളിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഓഡിറ്റിംഗ് വകുപ്പ് നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെയാണോ? ഒരു സ്ഥാപനം നമ്മൾ പറഞ്ഞു അല്ലെ, ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസോ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്താണ്? ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ്, ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു വകുപ്പ് നടത്തുന്ന തുടർച്ചയായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെ, ഒരു പ്രവർത്തനമാണ് ഇന്റേണൽ ഓഡിറ്റ്. ഓക്കെയാണോ? അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്താണ്? External audit is an audit function performed by the independent body which is not a part of the organization. അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ലാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അല്ലെ, ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു ബോർഡ് നടത്തുന്ന ഒരു ഓഡിറ്റിംഗ് ഫംഗ്ഷൻ ആണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്താനായിട്ട് ആര് വരും? പുറത്തു നിന്ന് ആളുകൾ വന്നിട്ടില്ലേ ചെയ്യുന്നത്? തേർഡ് പാർട്ടി അല്ലേ. അപ്പൊ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമല്ലാത്ത എന്താണ് ഒരു തേർഡ് പാർട്ടി അല്ലെ, പുറത്തു നിന്നുള്ള ആളുകൾ വന്നിട്ട് നടത്തുന്ന ഓഡിറ്റിംഗ് പ്രവർത്തനങ്ങളെയാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയോ? ഇന്റേണൽ ഓഡിറ്റും ആ പേര് ഇന്റേണൽ ഉള്ളിൽ തന്നെ അല്ലെ, എക്സ്റ്റേണൽ പുറത്ത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് അല്ലെ. നമ്മുടെ ഇന്റേണൽ ഓഡിറ്റ് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്? എന്താണ് ലക്ഷ്യം? ഒബ്ജക്റ്റീവ്സ് ഇംപ്രൂവ് ചെയ്യുക അല്ലെ, ഇംപ്രൂവ് ചെയ്യുക. എക്സ്റ്റേണൽ ഓഡിറ്റ് മിസ് ഫസ്റ്റ് പറഞ്ഞു, എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്തുമാത്രമാണ് നമ്മൾ അസസ് ചെയ്യുന്നത്, വെരിഫൈ ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ. അപ്പൊ എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ്സിന്റെ ഒബ്ജക്റ്റീവ്? എന്തായിരിക്കും? ഫിനാൻഷ്യൽ ആക്യുറസി ഉറപ്പുവരുത്താം അല്ലെ, അത് അനലൈസ് ചെയ്യാം അല്ലെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്യാം. അപ്പൊ നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ടു റിവ്യൂ ദ റുട്ടീൻ ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊവൈഡ് സജഷൻ ഫോർ ദി ഇംപ്രൂവ്മെന്റ് അല്ലെ. എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ റുട്ടീൻ ആക്ടിവിറ്റീസ് അല്ലെ, പൊതുവായി സാധാരണ നടത്തുന്ന പ്രവർത്തനങ്ങളെ അവലോകനം നടത്താൻ വിലയിരുത്തുകയും പിന്നെ എന്താണ് അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് കൊടുക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ റുട്ടീൻ ആക്ടിവിറ്റീസ് അല്ലെ, ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങള് അവലോകനം നടത്തുക, അതായത് വിലയിരുത്തുക. എന്നിട്ട് അതിനെന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. നെക്സ്റ്റ് എന്താണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ടു അനലൈസ് ആൻഡ് വെരിഫൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്, സാമ്പത്തികമായിട്ടുള്ള രേഖകള്, സ്റ്റേറ്റ്മെന്റുകള് വിലയിരുത്തുകയും വെരിഫൈ ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കണ്ടക്റ്റഡ് ബൈ അല്ലെ, ആരാണ് നടത്തുന്നത്? ഇന്റേണൽ ഓഡിറ്റ്സ് ആരാണ് നടത്തുന്നത്? ആ ഒരു ഓർഗനൈസേഷന്റെ ആരായിരിക്കും? എംപ്ലോയീസ് അല്ലെ, ജീവനക്കാര്. എക്സ്റ്റേണൽ ഓഡിറ്റ് ആരാ നടത്തുന്നത്? തേർഡ് പാർട്ടി അല്ലെ, പുറത്തു നിന്ന ആളുകൾ അല്ലെ, തേർഡ് പാർട്ടി.
നെക്സ്റ്റ് പറയുന്നത് ഓക്കെ ഓഡിറ്റേഴ്സ് മറ്റ് അടുത്ത പറയാലോ അത് ഓക്കെ അല്ലേ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അല്ലെ ഓഡിറ്റേഴ്സ് ഈസ് അപ്പോയിന്റഡ് ബൈ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാ നിയമിക്കുന്നത് ആരാ മാനേജ്മെന്റ് ആണ് അല്ലെ ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് അല്ലേ പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാ ബോർഡ് ഓഫ് ഡയറക്ടർ മെമ്പേഴ്സ് ആയിരിക്കും അല്ലെ തേർഡ് പാർട്ടിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ആരാ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ ഇന്റേണൽ ഓഡിറ്റേഴ്സിൽ തന്നെയുള്ള മെമ്പേഴ്സ് ആയിരിക്കും നമ്മുടെ തേർഡ് പാർട്ടിനെ ആ ഒരു അവലോകനം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അവലോകനം നടത്താനായിട്ട് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് ഓക്കെ ആണോ നെക്സ്റ്റ് ആ ഒരു യൂസേഴ്സ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് ആ ഒരു ഇന്റേണൽ ഓഡിറ്റുമായിട്ടുള്ള റിപ്പോർട്ടുകൾ ആർക്കാണ് നൽകുന്നത് മാനേജ്മെന്റിന് അല്ലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനൊക്കെയല്ലേ നൽകുന്നത് ആണോ ആ നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ റിപ്പോർട്ട് നൽകുന്നത് ആർക്കാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അല്ലെ ഓഹരി ഉടമകൾക്കാണ് ആ ഒരു ഇന്റേണൽ ഓഡിറ്റ്സിന്റെ റിപ്പോർട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ്സിന്റെ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അല്ലെ അവര് പൈസ ഇറക്കുന്നത് ആരാ ഫിനാൻസ് ഇറക്കുന്നത് ആരാ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് അല്ലെ ഓഹരി ഉടമകളാണ് അല്ലെ ആണോ അപ്പൊ അവര് ഫിനാൻസ് ആണ് അല്ലെ വിലയിരുത്തുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അപ്പൊ അവര് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിരിക്കും ഓക്കെ ആണോ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റുന്നില്ലേ ഓക്കെ ബാക്കി മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ എല്ലാവർക്കും ക്ലിയർ ആണോ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്